ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഡേ ആണ്. ഇന്നാണ് ശരിക്കും ഈ വീഡിയോ എടുക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കണ്ടൻറ്റും എൻ്റെ ഈ വോയിസും തമ്മിൽ വളരെയേറെ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സസ് ഒക്കെ ഉണ്ടാവും, മൈൻഡ് ചെയ്യേണ്ട. എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഓടിട്ട വീട്, പഴയ വീടൊക്കെ ആയതുകൊണ്ട് നമുക്ക് സറൗണ്ടിങ് നോയ്സുകൾ ഒരുപാട് വരും. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കില്ല, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, ഒത്തിരി സൗണ്ട്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ ഇവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. നമുക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരു വീട്ടിലുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് വേണം നിങ്ങൾക്ക് എന്ത് വയ്യായ്ക ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ കാര്യം നോക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്ന, നമുക്ക് നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. നിങ്ങൾക്കൊന്ന് നന്നായി വിശ്രമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങളൊന്ന് നോക്കണമെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, വീട്ടിലുള്ള അടുക്കള മൊത്തം നിങ്ങളുടെ കയ്യിലായിരിക്കും. അടുക്കള ഭരണമല്ല, അടുക്കളയിലുള്ള പണികൾ മൊത്തം നിങ്ങളുടെ തലയിലായിരിക്കും. ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ പറയേ വേണ്ട. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നന്നായി ഒന്ന് വിശ്രമിക്കാൻ തന്നെ പറ്റുള്ളൂ. എത്ര വയ്യായ്കയാണെങ്കിലും, അല്ല ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന വേവലാതി എന്ന് പറയുന്നത് അതൊരു വലുതാണ്. അയ്യോ, എൻ്റെ മക്കൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ മോൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവോ എന്ന് പറയുന്ന എല്ലാ വേവലാതികളും നമ്മളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അൺലെസ് അതർവൈസ് നമുക്ക് ബോധമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് നമ്മളത് ചിന്തിക്കാതിരിക്കുക. അതുമാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല പകരുന്ന രോഗങ്ങളാണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ജലദോഷം പോലുള്ള അല്ലെങ്കിൽ പനി പോലുള്ള ചെറിയ അസുഖങ്ങളാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അസുഖം വന്ന് നമുക്ക് ഒട്ടും എണീക്കാൻ വയ്യ, നമുക്ക് ഫുൾ ബോഡി പെയിൻ ആണ്. ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് റെസ്റ്റ് എടുക്കേണ്ടത്. അത് അണ്ടർലൈൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ജലദോഷം വേറൊരാൾക്ക് പകരുക എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഇത് പകർന്നാൽ, കാരണം അവർ നിങ്ങളുമായിട്ട്, വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവർക്ക് അസുഖം വരാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആലോചിക്കേ വേണ്ട, നിങ്ങളുടെ അസുഖം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കോളും. കാരണം എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടില്ല. അവരുടെ കാര്യങ്ങളായി, അവരുടെ മരുന്നുകളായി, അവരുടെ ഹോസ്പിറ്റൽ പോക്കുകളായി, പിന്നെ അവരെ എന്താ പറയുക, ട്രീറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾക്ക് മാത്രമുള്ളതായി മാറും. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ അസുഖം വളരെ പെട്ടെന്ന് മാറിക്കോളും. അതുകൊണ്ട് അമ്മമാർക്കായിട്ട് അല്ലെങ്കിൽ ഭാര്യമാർക്കായിട്ട് എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ അറിയാൻ മറ്റാരും ശ്രമിച്ചെന്ന് വരില്ല. പക്ഷേ ഒന്ന് ചിന്തിക്കുക, എല്ലാം നല്ലതാണ് നിങ്ങൾ നന്നായിരിക്കുവോളം മാത്രം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ മറ്റാരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കേണ്ട. സ്വന്തം മക്കൾ പോലും അല്ലെങ്കിൽ ഭർത്താവ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാം എന്ന് സ്വന്തമായി പഠിച്ചാൽ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല, എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുകൂടിയാണ്. അത് മറക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.